നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചോതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളും അവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. വീഡിയോ കേട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ചോതിയുടെ പൊതുവായ അനുഭവങ്ങൾക്ക് പുറമെ ചില പ്രത്യേക ഫലങ്ങളും ഉണ്ടാകും. പതിഭക്തിയും പാതിവൃത്യവും ഉള്ളവരായിരിക്കും ചോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. സത്യസന്ധത പുലർത്തുന്ന സ്ത്രീകൾ സന്താന സൗഖ്യം അനുഭവിക്കാൻ ഭാഗ്യമുള്ളവരും ആണ്. ഗൃഹം, ഉദ്യോഗം എന്നിവയിലെ എല്ലാ കാര്യങ്ങളിലും ശോഭിക്കുന്നവരാണ് ചോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. മന്ദമായി നടക്കുന്നവരാണ് ചോതിയിലെ സ്ത്രീകൾ. അതായത് പതുക്കെ നടത്ത വലിയ ചില ആളുകളുണ്ട്, നടക്കുന്ന കണ്ടാൽ തന്നെ ഓടുന്ന തുല്യമായിട്ടുള്ള നടക്കുന്നവരുണ്ട്. പക്ഷേ മന്ദമായിട്ട് ഉള്ള നടത്തമായിരിക്കും ചോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കുള്ളത്. ക്ഷേത്ര ദർശനം, കൃഷി എന്നിവയ്ക്ക് ഗുണകരമായ നക്ഷത്രമാണ് ചോതി. പൊതുവെ പറയാറുണ്ട് ചോതി നക്ഷത്രം ഒരു ശാന്ത നക്ഷത്രമാണ്. ചില ആളുകൾക്ക് ദേഷ്യക്കാരും ഉണ്ട്. ചോതി നക്ഷത്രത്തിൽ പോകുന്നവർ ശാന്തതയുള്ളവരെയും ദേഷ്യക്കാർ രണ്ടു കൂട്ടരെയും എനിക്കറിയാവുന്നതുമാണ്. എന്നാലും മിക്കവാറും ഒരു കൂടുതൽ ശതമാനവും ഒരു ശാന്ത സ്വഭാവമുള്ളവരാണ് ഈ ചോതി നക്ഷത്രക്കാർ. ഇവർ പൊതുവെ ശാന്തശീലരാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് ചോതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. പക്ഷേ എന്ന് പറഞ്ഞാൽ ദേഷ്യം ഇല്ലാത്ത ആളുകളുണ്ട് ഇല്ലെന്നല്ല. ചില ഇതിലൊരു 2% ദേഷ്യപ്പെടുന്ന ആളുകൾ, ഭയങ്കര ദേഷ്യക്കാരായ ആളുകളെ അറിയാം. എന്നാലും അതിൽ ദേഷ്യക്കുറവുള്ള ശാന്തശീലരായ ആളുകളാണ് ചോതി നക്ഷത്രത്തിൽ അധികവും കണ്ടുവരുന്നത്. കുറേ നിർബന്ധശീലം ചോതി നക്ഷത്രക്കാർക്കുണ്ട്. ചില നിർബന്ധ ബുദ്ധി കാണിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിർബന്ധശീലമുള്ളവരാണ് ചിലവർ ചോതി നക്ഷത്രത്തിൽ പിറന്ന ആളുകൾ. ബുദ്ധിയും പ്രായോഗിക ശീലവും കാണുന്നു. എല്ലാ കാര്യത്തിലും ബുദ്ധിയും ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അതിൻ്റെ പ്രായോഗിക വശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രായോഗിക തലങ്ങൾ മനസ്സിലാക്കി ആ കാര്യത്തിനെ പറ്റി ഒരു ധാരണയിൽ എത്താനുള്ള കഴിവ് ചോതി നക്ഷത്രക്കാർക്കുണ്ട്. തങ്ങളുടെ പ്രവൃത്തികളെയും ശീലങ്ങളെയും മറ്റാരും എതിർക്കുന്നത് ഇവർക്കിഷ്ടമല്ല. തങ്ങൾ ചെയ്യുന്ന കാര്യം താൻ ചെയ്യുന്നതാണ് ശരിയെന്ന് തോന്നൽ ഒരു ധാരണ ഇവരുടെ മനസ്സിലുള്ളത് കൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ആരെങ്കിലും അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ അവരതിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. എതിർത്താൽ പെട്ടെന്ന് ശോഭിക്കുകയും സാഹസികമായി പെരുമാറുകയും ചെയ്യും. ചില കൂട്ടരേ ഉള്ള ചോതി നക്ഷത്രത്തിൽ പിറന്നവർ പെട്ടെന്ന് സാഹസിക ദേഷ്യപ്പെടുകയും അതിൽ പറയുന്നവരോട് എടുത്തിയാടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. പക്ഷേ ചില പൂർണ്ണമായും കൂടുതലില്ലാത്ത ആളുകളും ശാന്ത സ്വഭാവമുള്ള ആളുകളെയാണ് കണ്ടുവരുന്നത്. ഉണ്ടാകുന്ന ദോഷങ്ങളിൽ പിന്നീട് ഇവർ പശ്ചാത്തപിക്കുകയും ചെയ്യും. അങ്ങനെ എടുത്തുചാടി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ അതിൽ നിന്നൊരു ദോഷം ഭാവിയിൽ ഉണ്ടാകുമ്പോൾ പിന്നെ അതോർത്ത് പശ്ചാത്തപിക്കാറുണ്ട്. കൂട്ടർ നല്ല എടുത്തുചാടി ഏത് കാര്യം ചെയ്യുന്ന ആളുകളും പിന്നീട് ഇരുന്ന് പശ്ചാത്തപിക്കാറുണ്ടല്ലോ. പൊതുവെ പുഷ്ടിയുള്ള ശരീരപ്രകൃതമാണ് ചോതി നക്ഷത്രക്കാർക്കുള്ളത്. സ്ത്രീയായാലും പുരുഷനായാലും കാര്യലാഭമില്ലെങ്കിലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ എടുത്തു ചാടുകയും എന്ത് ബുദ്ധിമുട്ടും അനുഭവിക്കുകയും ചെയ്യും. അഭിമാനബോധവും മനഃശക്തിയും പ്രകടിപ്പിക്കുന്ന ഇവർ അനാവശ്യമായി ആരെയും ബഹുമാനിക്കില്ല. അനാവശ്യമായിട്ടുള്ള ആർക്കും ബഹുമാനം കൊടുക്കില്ല. ആവശ്യക്കാരെ ബഹുമാനിക്കാൻ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ സൃഷ്ടിക്കുകയും അവരുടെ ആരോപണങ്ങൾക്ക് പാത്രീഭവിക്കുകയും ചെയ്യും. ചില ആളുകളുണ്ടല്ലോ, നമ്മൾക്ക് മറ്റുള്ളവരിൽ ഒരു ബഹുമാനം കിട്ടണമെന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരാളുണ്ട്. അങ്ങനെയുള്ളവർ ഇവരുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരവരായിട്ട് ബഹുമാനിക്കാൻ പോകുന്നില്ല. കാരണം ഇവർക്കറിയാം ആരെ ബഹുമാനിക്കണം, ആരെ ബഹുമാനിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ശത്രുത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. തനിക്ക് പ്രീതി തോന്നുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്. തനിക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ചോതി നക്ഷത്രക്കാർ സദാ സന്നദ്ധരാണ്. ചോതി നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ചോതിമുള്ളയാൾ രാഹുവിലാണ് ജനിക്കുന്നത്. അതിനാൽ രാഹു ദശാനാഥനാണ്. രാഹു 18 വർഷം 9-10 വയസ്സുവരെ രാഹുദശ കണക്കാക്കാം. തുടർന്ന് വ്യാഴം 16, ശനി 19, ബുധൻ 17, കേതു 7, ശുക്രൻ 20, ആദിത്യൻ സൂര്യൻ 6 എന്നിങ്ങനെ ദശകൾ കടന്നുപോകും. ഏകദേശം 90 വയസ്സ് വരെ ജാതകന് ആയുർദൈർഘ്യമുണ്ട്. എന്നാൽ ശനി, കേതു, ആദിത്യൻ എന്നീ ദശകളിൽ ചില ദോഷങ്ങളുള്ളതിനാൽ യഥാവിധി പരിഹാരക്രിയകൾ ചെയ്തു കൊള്ളണം. അതായത് ആ സമയത്ത് ജാതകം പരിശോധിച്ച് ആ
ഒരു ജ്യോതിഷിയെ കാണിക്കുമ്പോൾ ആ ജ്യോതിഷി പറയുന്ന കർമ്മങ്ങൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. ചോതി, ചതയം, തിരുവാതിര എന്നീ നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തിയാൽ അത് വളരെ ഗുണകരമാണ്. പൂജകൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അതായത് അർച്ചനകൾ, പുഷ്പാഞ്ജലികളൊക്കെ നടക്കുന്നത് വളരെ ഉത്തമമാണ്. സർപ്പക്കാവുകളിൽ ദർശനവും ഭജനവും ഗുണദായകമാണ്. അതായത് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നത് ഒക്കെ വളരെ ഗുണം ചെയ്യും. രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. സർപ്പക്കാവുകളിൽ നീർമരുത് വെച്ച് പിടിപ്പിക്കുക എന്നിവ സത്കർമ്മങ്ങൾ ചെയ്യുക. രാശാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും ഗുണം ചെയ്യും. ചോതിയും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിനം ലക്ഷ്മി പൂജ നടത്തുന്നതും ഏറെ ഐശ്വര്യം നൽകും. കറുപ്പ്, ഇളം നീല, വെള്ള തുടങ്ങിയ നിറങ്ങൾ ഈ ചോതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് അനുകൂല നിറങ്ങളാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.